രാജ്യത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് സൗദി അറേബ്യ പുറത്തുവിട്ടു. ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിലും വിതരണത്തിലും കുറവുണ്ടായെന്നാണ് ഊർജ്ജ മന്ത്രാലയം പറയുന്നത്. രാജ്യത്ത് പുതിയതായി ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്നലെ രാത്രി കുവൈറ്റിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ജലീൽ കണ്ണമംഗലം തത്സമയം ചേരും. അതുപോലെ UAE നിന്ന് മുഹമ്മദ് റഗീസും ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റഗീസിലേക്ക്. റഗീസ്, കുവൈറ്റിൽ ആക്രമണം ഉണ്ടായെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ തങ്ങളല്ല എന്ന് ഇറാൻ പറയുമ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? കുവൈറ്റിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ പകൽ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിരുന്നില്ല. വെടിനിർത്തൽ കരാറിന് ശേഷവും ഒരു പകൽ മുഴുവൻ ഇറാൻ കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു. ഒപ്പം UAE-ലും ഒക്കെ ആക്രമണം നടത്തി. അപ്പോൾ ഇന്നലെയും ഏതെങ്കിലും തരത്തിൽ ചെറിയ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും രാത്രി വരെ അത്തരത്തിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി വരുന്ന വിവരങ്ങൾ കുവൈറ്റിൽ കാര്യമായിട്ടുള്ള ഒരു ആക്രമണം ഇന്നലെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് നിലയ്ക്കുള്ള ആക്രമണമാണ് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതായത് ഇറാൻ അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഇത് കുവൈറ്റിന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ച വിവരമാണ്. ഒപ്പം തന്നെ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സത്യത്തിൽ കുവൈറ്റ് നടത്തിയിരുന്നില്ല. അപ്പോൾ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും മുന്നൊരുക്കം നടത്താതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ആക്രമണം നടത്തുന്നു. എന്നാൽ ഇറാൻ തങ്ങളല്ല ആക്രമിച്ചത് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിവരം സ്ഥിരീകരിക്കുമ്പോൾ തന്നെ കുവൈറ്റും പറയുന്നുണ്ട് ഇറാൻ അല്ലെങ്കിൽ ഇറാന്റെ സഖ്യകക്ഷികൾ എന്നുള്ള നിലയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏത് നിലയ്ക്കാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്, പുറത്തു വരേണ്ടതുണ്ട് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന്. എന്തായാലും ഒരു തവണ മാത്രമാണ് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് അത്തരത്തിൽ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏത് നിലയ്ക്കുള്ള ആക്രമണത്തെയും ചെറുക്കാൻ തങ്ങൾ ഇപ്പോൾ തയ്യാറായി ഇരിപ്പുണ്ട് എന്നുള്ളത് കൂടി കുവൈറ്റ് പറയുകയാണ്. അപ്പോൾ ഒരു കേന്ദ്രം അവിടേക്ക് മാത്രമാണ് ആക്രമണം ഉണ്ടായത്. നേരത്തെ പോലെ ഈ ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു അവശിഷ്ടങ്ങൾ വീഴുന്ന ഡ്രോണിന്റെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പതിച്ചതായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇത്തരത്തിൽ, സാധാരണ ബഹ്റൈനിലാണ് രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അവിടെയും ഒരു നിലയ്ക്കും ആക്രമണം ഉണ്ടായതായി പറയുന്നില്ല. പക്ഷേ കുവൈറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ ഇതൊരു വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി ഈ ഗൾഫ് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ ഇതിനെ കണ്ടാൽ അതിന്റെ ഒരു പ്രത്യാഘാതം വലുതായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാവിലെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അമേരിക്ക അതിൽ കാര്യമായി ഇടപെട്ടിരുന്നു, ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെയും ഇടപെട്ടിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു സംഭവം വികസിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ നിലവിൽ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ഒപ്പം തന്നെ ഈ ഒരു കാര്യം ആവർത്തിച്ച് കുവൈറ്റ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഈ കുവൈറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമാണത്. കുവൈറ്റ് എയർപോർട്ട് ഇതുവരെയും തുറന്നിട്ടില്ല. അത് തുറക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, അത് വിശ്വസിക്കരുത് എന്നുകൂടി ഈ ഘട്ടത്തിൽ കുവൈറ്റ് പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.